ഇത് പൂവല്ല, ഇലകളാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മൂന്നാറും കൂടെ കാണാം. ഈ ചെടികൾ എല്ലാം വളരെ കുറഞ്ഞ നിരക്കിൽ നമ്മളിവിടെ വിറ്റ് കൊടുക്കുന്നതാണ്. എൻ്റെ ഈ വശത്ത് കാണുന്നത് ഓർക്കിഡിന്റെ ഒരു ഗാർഡൻ ആണ്, എക്സ്ക്ലൂസീവ് ആയിട്ട്. ഇതിനകത്തൊരു ശരിക്കും ഒരു കാടിന്റെ പ്രതീതിയാണ് ഞങ്ങൾ പുറകിൽ കൊടുത്തിരിക്കുന്നത്. എറണാകുളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്ലാറ്റ്ഫോമിൽ നിന്ന് എല്ലാവർക്കും എല്ലാ നൂക്ക് ആൻഡ് കോർണർ കാണാവുന്ന രീതിയിൽ ഇക്കൊല്ലത്തെ ഫ്ലവർ ഷോ. ഈ കാണുന്ന ഏരിയ സക്കുലൻസിന്റെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം ഒരു ഡ്രൈ ഗാർഡനും പിന്നെ അതിൻ്റെ കൂടെ പുല്ലും ഒക്കെ ഇട്ടിട്ട് ഇതിൽ പലതരം സക്കുലൻസ്, അതായത് സക്കുലൻസ് ഉൾപ്പെടുന്നത് കള്ളിച്ചെടികളുണ്ട്, അല്ലാതെ ഇലച്ചെടികളുണ്ട്. അപ്പം കള്ളിച്ചെടികളിൽ തന്നെ പല ഇനങ്ങൾ ഇവിടെ ഞങ്ങൾ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. സക്കുലൻസിൻ്റെ ഇലച്ചെടികളായിട്ടുള്ള ബ്രൊമീലിയാഡ്സ് ആണ് ഏറ്റവും കൂടുതൽ വെച്ചിരിക്കുന്നത്. അതിൽ തന്നെ നിയോറിഗേലിയയുടെ ഒരു 10-20 വെറൈറ്റികൾ ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു സക്കുലൻസിൻ്റെ ഗാർഡൻ ആയിട്ടാണ് ഈ കോൺസെപ്റ്റ് കൊടുത്തിരിക്കുന്നത്. എറണാകുളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്ലാറ്റ്ഫോമിൽ നിന്ന് എല്ലാവർക്കും എല്ലാ നൂക്ക് ആൻഡ് കോർണർ കാണാവുന്ന രീതിയിൽ എന്ന് വെച്ചാൽ നമ്മളിത് അലങ്കരിച്ചിരിക്കുന്ന ചെടികളുടെ എല്ലാ ആകൃതിയും കണ്ട് മനസ്സിലാക്കി അത് ആസ്വദിക്കാവുന്ന രീതിയിലാണ് ഇക്കൊല്ലത്തെ ഫ്ലവർ ഷോ. അതൊരു വലിയൊരു പ്രത്യേകതയാണ് ഫ്ലവർ ഷോയുടെ. ഇത് പോയിൻസെറ്റിയയുടെ ഒരു പുതിയ വെറൈറ്റിയാണ്. പ്രിൻസെറ്റിയ എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡാണ്. ഞങ്ങളിവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഏകദേശം 6000 പോയിൻസെറ്റിയാസ് ആണ്. അത് 8 ഹൈബ്രിഡ്സ് ആണ്. അതിൽ മിക്കവാറും എല്ലാം പുതിയ വെറൈറ്റി പ്രിൻസെറ്റിയാസ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തണുപ്പ് കാലത്താണ് ഇതിന് ഈ നിറം വരുന്നത്. ഇത് പൂവല്ല, ഇലകളാണ്. എൻ്റെ പിന്നിൽ കാണുന്ന മുഴുവനും പോയിൻസെറ്റിയയുടെ വെറൈറ്റികളാണ്. 8 വെറൈറ്റികൾ ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ നമുക്ക് പോയിൻസെറ്റിയ കിട്ടുന്നത് ചുവപ്പാണ്, പക്ഷേ ഇതങ്ങനെയല്ല. പല ഷെയ്ഡ്സ് ഉണ്ട്. ഇലയ്ക്ക് ഡബിൾ കളർ ഉണ്ട്. 6000 എണ്ണം ഉണ്ട് ഇവിടെ ഇരിക്കുന്നത്. കൂടാതെ പലയിടത്തായിട്ട് പോയിൻസെറ്റിയാസ് ഇരിപ്പുണ്ട്. അപ്പം നിങ്ങൾക്ക് ഫ്ലവർ ഷോയിൽ വരുമ്പോൾ നിങ്ങൾക്ക് മൂന്നാറും കൂടെ കാണാം. ഒരു മിനി മൂന്നാറാണ്. ടെറേറിയംസ് ആണ്. നമ്മൾ ക്ലോസ്ഡും ഉണ്ട്, ഓപ്പൺ ടെറേറിയംസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ഹോം ബേസ്ഡ് സ്റ്റാർട്ടപ്പ് പോലെയാണ്. ഇവിടെ ഫ്ലവർ ഷോയ്ക്ക് എനിക്കൊരു ചാൻസ് കിട്ടി ടു എക്സിബിറ്റ്. ഇതെല്ലാം ഒന്ന് ആൾക്കാരൊന്ന് കാണാനും ഇങ്ങനെ പുതിയ സിസ്റ്റംസ് ഒന്ന് ആൾക്കാർക്ക് കൊണ്ടുവരാനായിട്ട് വേണ്ടിയാണ് എനിക്കിവിടെ ഒരു ചാൻസ് കിട്ടി. നമ്മുടെ ഇവിടെ നാട്ടിലുള്ള കുറച്ച് സ്റ്റാർട്ടപ്പുകളെ ഞങ്ങളുടെ പരിചയപ്പെടുത്തുന്നുണ്ട്. പുതിയതായിട്ട് ഈ രംഗത്തേക്ക് വരുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ അവരെയും കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് ഈ ഫ്ലവർ ഷോ ഇപ്രാവശ്യം മുന്നോട്ട് പോകുന്നത്. എൻ്റെ ഈ വശത്ത് കാണുന്നത് ഓർക്കിഡിൻ്റെ ഒരു ഗാർഡൻ ആണ്, എക്സ്ക്ലൂസീവ് ആയിട്ട്. ഇവിടെ എൻ്റെ അടുത്ത് കാണുന്നത് ഡെൻഡ്രോബിയംസ് ആണ്. അതിൻ്റെ പുറകിൽ അരാൻഡാസ് ഉണ്ട്. അതിൻ്റെ പുറകിൽ ബാസ്ക്കറ്റ് വാൻഡാസ് ഉണ്ട്. ഏറ്റവും അറ്റത്തായിട്ട് ഫെലനോപ്സിസിൻ്റെ വെറൈറ്റികളുണ്ട്. ഏകദേശം ഒരു 10-800 ഓർക്കിഡ്സ് ഈ ഓർക്കിഡ് ഗാർഡനിലുണ്ട്. അതിന് ഞങ്ങളൊരു ബോർഡറായിട്ട് കൊടുത്തിരിക്കുന്നത് ഇലച്ചെടികളാണ്. അതായത് ബേഡ്സ് നെസ്റ്റ് ഫേണ്, പോളിജാന്തൂറിയം, അങ്ങനെയെല്ലാം കൊടുത്തിട്ട് ഞങ്ങളൊരു എക്സ്ക്ലൂസീവ് ഓർക്കിഡ് ഗാർഡൻ ഇവിടെ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊരു ശരിക്കും ഒരു കാടിൻ്റെ പ്രതീതിയാണ് ഞങ്ങൾ പുറകിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് മീൻ കിടപ്പുണ്ട്. അരുവിയിൽ അക്വേറിയം പ്ലാന്റ്സ് ഇട്ടിട്ടുണ്ട്. പുതിയ ഇനങ്ങളിലുള്ള അക്വേറിയം പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ ഒരു എൻജോയ്മെൻ്റ് ആണ്. പിന്നെ ഇതൊരു അരുവിയുടെ ഒരു ഫീൽ ഞങ്ങൾ അതേപടി തന്നെ കൊടുത്തിട്ടുണ്ട്. 2026 ജാനുവരി 4-ാം തീയതിയാണ് നമ്മുടെ ഈ ഷോ, കൊച്ചിൻ ഫ്ലവർ ഷോ സമാപിക്കുന്നത്. അതിനടുത്ത ദിവസം 5-ാം തീയതി തിങ്കളാഴ്ച ഇവിടെ പ്രദർശിപ്പിക്കുന്ന ഈ ചെടികൾ എല്ലാം വളരെ കുറഞ്ഞ നിരക്കിൽ നമ്മളിവിടെ വിറ്റ് കൊടുക്കുന്നതാണ്. പൊതുജനങ്ങൾക്ക് വരാൻ വാങ്ങിക്കാം. ജില്ലാ കളക്ടർ പ്രസിഡൻ്റായിട്ടുള്ള എറണാകുളം ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന 42ാമത്തെ ഫ്ലവർ ഷോ ആണ് ഇവിടെ മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഫ്ലവർ ഷോ ജനുവരി 4 വരെയാണുള്ളത്. ഫ്ലവർ ഷോയുടെ ടൈമിങ് രാവിലെ 10 മണി മുതൽ രാത്രി 10:30 വരെയാണ്. മുതിർന്നവർക്ക് 120 രൂപയും കുട്ടികൾക്ക് 50 രൂപയാണ് പ്രവേശന ഫീസ്.